feed him if you come. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വ്ളോഗിൽ. കുറേ നാളായി വ്ളോഗ് ഇട്ടിട്ടല്ലേ. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഞാൻ ഓർത്തേ, അയ്യോ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണല്ലോ. അവളെന്ന് കുറേ മാസം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കും, നീ വരണമെന്ന്. ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഓർത്ത്, അയ്യോ അത് എണീച്ച് എത്ര മണിക്ക്? 9 മണിക്ക്. കല്യാണം എത്ര 11 മണിക്ക് എത്ര മണിക്കായിരുന്നു. ഇപ്പോൾ 12 മണിയായി. പോകണം. വേറെ ഒന്നും ചെയ്തില്ല. അച്ഛൻ്റെ സെറ്റ്, അച്ഛൻ്റെ മുണ്ട്, എൻ്റെ ഷൂ, പിന്നെ അച്ഛൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോകണം. ഇതാണ് ഷർട്ടും മുണ്ടിട്ടിട്ടുണ്ട്. ഇനി നേരെ പോകണം. ഗൂഗിൾ എനിക്ക് വഴിയായിരുന്നു. അവൾ എനിക്ക് മറ്റേ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ കല്യാണത്തെ ഹാളിൽ പോയി കാണാമല്ലേ. എന്തൊരു റോഡാണ് ഇത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ. വളവ് ഒത്തിരി ഡേഞ്ചറാണ് ഇവിടെ. കണ്ട ഞാനിപ്പോൾ എത്തിയല്ലോ ഇവിടെ. അവളെല്ലാം പറയുന്നുണ്ട് മുണ്ട് നേരാക്കട്ടെ. പഴയ ഫോൺ എടുത്തില്ല. ഞാനിപ്പോൾ ഫോൺ മറന്നുപോയെന്നെ. ഫോൺ ചൂടായിടേ കയ്യിലെത്തി. ചാർജില്ല 10. അവളെല്ലാം പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാ? ഞാൻ ലേറ്റായിട്ടാണ് വന്നത് ഇവിടെ. എനിക്കറിയാൻ വയ്യ. നോക്കട്ടെ, ഞാൻ ലേറ്റായിട്ട് വന്നതെന്ന് എനിക്ക് ഡൗട്ട് അടിക്കും. നോക്കട്ടെ അമ്മമാരുണ്ടോ ഇല്ലല്ലോ. അവനെ പോയി കാണുകയും ചെയ്യണം. അവിടെ പോവാം. ഇവിടെ കുറേ ആൾക്കാരെ കയറി ഇരിക്കുന്നത്. എനിക്ക് എവിടെ നിന്ന് കയറണമെന്ന് എനിക്കൊരു പിടിയില്ല ഇവിടെ. ഞാൻ അവിടെ മോളോട്ടാണ്. എനിക്ക് അറിഞ്ഞില്ല എവിടെ നിന്ന് കയറാം. അവളെന്നെ കണ്ടാൽ അപ്പം മോളോട്ട് കയറാം. അപ്പം മോളോട്ട് കയറി ചേട്ടൻ്റെ ഗോപ്രോ എടുത്ത് നമ്മൾ വീഡിയോ എടുക്കാം. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് ആരെങ്കിലും കൊണ്ട് വീഡിയോ എടുത്തേക്കാം. അപ്പോൾ ചേച്ചി ആണെങ്കിൽ എന്നെ വിളിച്ച് അകത്തോട്ട് കയറ്റി. അവിടെ ലൈൻ നിൽക്കില്ലേ, കഴിയില്ല. അപ്പോൾ ചേച്ചൻ്റെ അടുത്ത് തന്നെ ഈ അപ്പുറത്ത് പോവാം. ശരി, അപ്പുറത്ത് പോയി ചേച്ചിനെ ഇപ്പുറത്ത് ഇരുന്നിട്ട് കുറച്ച് എന്നെ ഫുള്ളായിട്ട് കാണേണ്ട ഫ്രെയിമിൽ. അപ്പോൾ ശരി, കുറച്ച് ലുക്കായിട്ട് എല്ലാവരും നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ ചേട്ടൻ ഒരു പോസ് കൊടുത്ത് പിന്നെ ശരി. അപ്പോൾ ക്യാമറമാൻ പറയുന്നതാണ് നിങ്ങൾ നോക്കി പരസ്പരം നോക്കി എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. അപ്പോൾ ഞാനെനിക്ക് ചെറുതായിട്ട് സുഖമാണോ? ശരി. ചേട്ടൻ കൈ കൊടുത്ത് ക്രിസ്ത്യനെ ഹാൻഡ് ഷേക്കിന് വേണ്ടി കൈ കൊടുത്ത് തന്ന് കൈ ഇല്ലെങ്കിൽ ഞാൻ പറ്റിയാണ് എല്ലാവരും മുമ്പ് ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നു, ആ ചേട്ടാ ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പോൾ ചേട്ടാ ഓക്കടാ ശരി എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അവിടെ തല്ലി പോണേ നോക്ക് തന്നെ, തല്ലി പോ. തന്നെ അടിക്കുന്നു. അവളത് തിരിച്ചറിഞ്ഞ ഇങ്ങനെ നൈസിൽ കയറണം. ആരും അറിയാതെ പയ്യ, ആരെയും ചവിട്ടാതെ. സീറ്റില്ലല്ല. കൺഗ്രാജുലേഷൻ. എന്നാ തിരിച്ചു പോയല്ലേ? ഞാൻ അതല്ലേ പറഞ്ഞ തിരിച്ചു പോവാൻ സീറ്റില്ലെന്ന്.
തിരിച്ചു പോകാം. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഒരു ഫുഡിനെ വേണ്ടി ഇത്ര തിരക്കാണ് കാശ് ഇവിടെ. ഇനി നോക്കിക്കോ, ഇത് തുറക്കുമ്പോൾ ഒട്ടേ തല്ല് ബാക്ക് ചെയ്ത് തളന്നൊരു തല്ലും. ഒന്ന് കാണിച്ചതാ ഇവിടത്തെ തിരക്ക്. ഒട്ടേ തല്ല് ബാക്ക് ചെയ്ത് എനിക്ക്. ഒരു സദ്യ കഴിക്കാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രം അറിയാം കാശ്. ഇത് കൊള്ളാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സദ്യയിൽ കൊടുക്കണം. സദ്യത്തിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കട്ടെ. ഒന്ന് പഴമുണ്ട്. ഇത് പേരായിരുന്നോടാ, ഇതിൻ്റെ പേരായിരുന്നോടാ. ആവിയില്ല, ഇതിൻ്റെ പേരായിരുന്നോടാ, ഇതിൻ്റെയും പേരായിരുന്നോടാ. എനിക്ക് ഇതിൻ്റെയും പേരായിരുന്നോടാ. ഇതിൻ്റെ അറിയാം. ചട്നി, മാങ്ങ അച്ചാർ, ഇത് ലെമൺ അച്ചാർ, അത് ജിഞ്ചറിൻ്റെ അച്ചാറാണെന്ന് തോന്നുന്നു. ഇത് വെള്ളം ഓബിയസ്ലി. ഇത് ഉരുളിൻ്റെ, ഇത് സോയാബീൻ ആണെന്ന് തോന്നുന്നു കഴിച്ച് നോക്കിയപ്പോൾ. ഇനി ചോറ് വരാനുണ്ട്. ചോറ് വന്നിട്ടാണ് കഴിക്കും. ഓക്കെ, ചോറിൻ്റെ കൂടെ പരിപ്പ് കറി. നമുക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ട്. ബോർഡർ ഇവിടെ ചോറ്, ഇവിടെ പായസം, ഇപ്പോഴത്തും പായസം. സ്പീഡായിട്ട് സ്പീഡല്ല, ഞാൻ സ്ലോ ആയിട്ട് കഴിക്കണം, അതുകൊണ്ടാണ്. പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് സ്പീഡായിട്ട്. വളരെ ചൂടെടുക്കുന്നു. അതിൽ ഹൈഡൻസി കളിക്കാണ്, അവനൊരു ഒളിച്ച് കിടക്കാനോ ഇതൊക്കെ. രണ്ട് ചെറുക്കന്മാരെ ഹൈഡൻസി കളിച്ച് അടി ഉണ്ടാക്കാൻ തോന്നി. ഇവളുടെ കല്യാണം കഴിഞ്ഞു, ഫുഡും കഴിച്ച് ഞാൻ ഈ നേരെ വീട്ടിലോട്ടാ. വീക്ക് ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ കല്യാണം. ഞാൻ കല്യാണം ഒന്നും കെട്ടൂല മാല, അത് ഞാൻ കാണാൻ പറ്റില്ല. ഇത്തിരി ലേറ്റായിട്ടില്ല കയറിയ. നേരെ വണ്ടി എടുക്കുക, നേരെ വീട്ടിലോട്ടോ. കഴിഞ്ഞു. ഇനി വെയിറ്റ് ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ആരുമില്ല ഇവിടെ. എന്നിട്ട് ഞാൻ നിന്ന് ഇത്ര നേരം അവളെ കണ്ടു. അവൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ഷോട്ട് എടുത്തു. നടക്കണം, വാക്കിംഗ് ഷോട്ട് എടുത്തു. ഈ നേരെ വീട്ടിൽ പോവാം. കാഴ്ച എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. പോണ വഴി എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കാം, ഗസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ടില്ല. ഗൂഗിൾ മാപ്പ് ഇരിക്കില്ലേ, അത് നോക്കിയിട്ട് പോയാൽ ആ വഴി. ഇതേത് വഴിയുടെ എനിക്കറിഞ്ഞോളാ. ഇതേത് വഴി എനിക്കറിഞ്ഞോടാ. ഈ ഗൂഗിൾ മാപ്പ് ഈ ഗൂഗിൾ മാപ്പ് എവിടെ കൊണ്ടുപോണ? ഈ ഗൂഗിൾ മാപ്പ് എവിടെ കൊണ്ടുപോണ? എടാ ഇത് എവിടെ? ഏതെങ്കിലും കാട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോകും എന്നെ. ഈ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചൂടാ. ഇല്ലാതെ നോക്കാം എവിടെ കൊണ്ടുപോകുന്ന തന്നെ. എല്ലാം കാണാനല്ലേ കാശ്.
for me. Hope you. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗായ്സ്. കല്യാണം പോയിട്ട് വന്നു. ഇനി വീട്ടിൽ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം. പിന്നെ ഓണാഘോഷം ഉണ്ടായിരുന്നു, അതിൻ്റെ കുറേ വീഡിയോ ഇരിക്കുകയാണ്, അത് എഡിറ്റ് ചെയ്യണം, കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ കുറേ ഫോട്ടോസ് വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും നമ്മൾ കാണേണ്ടതാണ്. ലൈക്ക്, സബ്സ്ക്രൈബ്, കോമെൻറ്റ് ചെയ്യേണ്ടതാണ്. Or I could go heal them. Don't believe in fate, don't believe in ceilings. I just need a taste and my mind starts peeling. I don't pace myself, I grind on kneeling. Got lust for change, I just